400-ലേറെ സിനിമകളിൽ വാസന്തി അഭിനയിച്ചു. നടന മികവിനുള്ള സർക്കാർ പുരസ്കാരം നാടകവേദിയിലെ പ്രകടനത്തിനായിരുന്നു. പോയ കാലത്തെ മലയാള സിനിമകളിലെ സാന്നിധ്യമായിരുന്നു ഈ അഭിനേത്രി എന്നതിന്റെ ഓർമ്മപ്പെടുത്തലുകളായി ഈ മൊമെന്റോകൾ മാത്രമാകുന്നു. ഈ അഭിനേത്രിയെ സിനിമാ ലോകം അവഗണിക്കുകയാണിന്ന്. ഇനി ഞാൻ എൻ്റെ കുടുംബത്തിനെ പരിചയപ്പെടുത്താം. ഇതെൻ്റെ അമ്മ, പങ്കജാക്ഷി അമ്മ. ഞങ്ങൾ 6 പെണ്ണും 3 ആൺപിള്ളേരുമാണ്, 9 മക്കളാണ്. ഇതെൻ്റെ മൂത്ത ചേച്ചി രാധാമണി. ഇതെൻ്റെ ആങ്ങളയുടെ മോള് കല്യാണി. ഇത് അമ്മ, ഗീതയുടെ അമ്മ, ഗീത അനീത്തി. സിനിമയിൽ തിരക്കുണ്ടായിരുന്ന കാലത്തായിരുന്നു വിവാഹം. സിനിമാ ബന്ധമുള്ളയാളാണ് ഭർത്താവ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രേമം കൂടുതൽ അങ്ങനെയുള്ളതൊന്നുമില്ലായിരുന്നു. പുള്ളി തന്നെ പറഞ്ഞു ഇങ്ങോട്ട് എനിക്ക് എറണാകുളത്ത് താമസിക്കണം, വീടെടുത്ത് താമസിക്കണം എന്ന്. അപ്പോൾ ചുമ്മാ എറണാകുളത്ത് താമസിക്കാൻ പറ്റില്ല, അപ്പോൾ ഒരാളുടെ സഹായം വേണം എന്നൊക്കെ തോന്നുന്നു. ഫിലോമിന ചേച്ചിയൊക്കെ തന്നെയാണ് പറഞ്ഞത്, നീ ഇവനെ കല്യാണം കഴിച്ചോന്നു. അങ്ങനെ പുള്ളി പടത്തിന് ഞാൻ പറഞ്ഞില്ലേ, ഒരു 2-3 പേര് ചേർന്നൊരു ഫസ്റ്റ് വെല്ല് പടമൊക്കെ ചെയ്തത്. പിന്നെ 2ാമത് പടം എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഞാൻ കണ്ടത്. അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ എറണാകുളത്ത് വീടെടുക്കുന്ന ഞാൻ താമസിക്കാൻ പോവുക, നമുക്ക് കല്യാണം കഴിച്ച് താമസിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഗുരുവായൂർ പോയി അങ്ങനെ താമസിച്ചു. എറണാകുളത്ത് താമസിച്ചിട്ട് നിങ്ങൾക്ക് പടങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ തിരിച്ച് എല്ലാവരും പറഞ്ഞ് വീട് സ്വന്തമായിട്ട് കിടക്കല്ലേ, ഇവിടെ ഒന്ന് താമസിച്ചു എന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നു. ആദ്യമൊക്കെ ഇച്ചിരി അതെപ്പോഴും എല്ലായിടത്തും ഉണ്ടാവുമല്ലോ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും വൈവാഹിക ജീവിതത്തിൽ വസന്തം വിടർത്തുന്നത് മക്കളാണല്ലോ. പക്ഷേ മക്കളെ പെറ്റുവളർത്താനുള്ള ഭാഗ്യം വാസന്തിക്കുണ്ടായില്ല. സഹോദരങ്ങളുടെ മക്കളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് അമ്മയുടെ റോൾ ഭംഗിയാക്കുകയാണ് ഇന്ന് വാസന്തി. കുഞ്ഞുങ്ങളാ ആങ്ങളുടെ കുട്ടികളത്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. മറ്റേ മൂത്ത ആങ്ങളയുടെ വെച്ച്, 2ാമത്തെ ആങ്ങളയുടെ വെച്ച് വളർത്തുന്നൊക്കെ ഞങ്ങളാട്ടോ കുട്ടികളെ. ഞങ്ങൾക്ക് തിരുത്തൽ വേണ്ട, ആരോഗ്യക്കുറവൊന്നുമില്ല. പിന്നെ ഇത്തിരി ഷുഗർ ഉണ്ട്, ഉറക്കം ഇച്ചിരി നിൽക്കാൻ ബുദ്ധിമുട്ടാത്ത, ക്ഷീണം പെട്ടെന്ന് വരും. ഇൻസുലിൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ, ഡാൻസ് ക്ലാസ് ഉണ്ട് ഇവിടെ വരമണി നാട്യാലയം പറയുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, കുട്ടികൾ വരും. ശരി, ഞാനും 2-3 സ്ഥലത്തുണ്ട് ക്ലാസ്. അപ്പം അതങ്ങനെ പോകുന്നു. പിന്നെ ഈ തിരുവാതിര മത്സരം ഇതെല്ലാം വരും, വീട്ടിൽ വരുന്നു പിള്ളേർ, അപ്പം അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ മത്സരത്തിന് പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ട്. എവിടെ പോയാലും എ ഗ്രേഡും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പിള്ളേരും വരുന്നുണ്ട്. പിന്നെ ഈ തൊടുപുഴ അമ്പലത്തിൽ എല്ലാ വർഷവും നമ്മുടെ ഒരു വഴിപാട് പോലെ തിരുവാതിര, അത് ഞാനും കളിക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്നത്. ഇപ്രാവശ്യത്തെ ഈ പുതിയ കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക തിരുവാതിര ഉത്സവമായി. സിനിമയില്ലാത്ത ഇക്കാലത്തും കൈവിടാത്ത കലാവാസനയാണ് വാസന്തിയുടെ ജീവനമാർഗം. നൃത്ത അധ്യാപികയാണ് ഇന്ന് ഈ കലാകാരി. വിപുലമായ ശിഷ്യസമ്പത്തിന്റെ ഉടമ. ഈ പുതിയ വേഷത്തിലും ഇന്നലത്തെ താരം സന്തോഷം കണ്ടെത്തുന്നു. പഴയ കോണ്ടാക്ട് നമ്പർ ഒക്കെ പോയി എൻ്റെ അടുത്ത്, അതൊന്നും വിളിച്ചാലും കിട്ടില്ല. പിന്നെ പുതിയ പുതിയ പ്രൊഡക്ഷൻ മാനേജരൊക്കെ വരുന്നത്, അവർക്ക് നമ്മളെ വലിയ പരിചയമില്ല. പഴയ പ്രൊഡക്ഷൻ മാനേജർക്കൊക്കെ ആണെങ്കിൽ അറിയാമല്ലോ. പിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ച് മെനക്കെടാൻ നോക്കാറില്ല, അവർ പെട്ടെന്ന് കിട്ടുന്നവർ വിളിക്കുക എന്നുള്ളതായിരിക്കും ഇപ്പോഴത്തെ. കനകലത ഈയിടെ കണ്ടപ്പോൾ, തിരുവനന്തപുരത്ത് കണ്ടപ്പോൾ കനകലത പറഞ്ഞ അങ്ങനെ ഇങ്ങനെ അവർക്ക് കിട്ടുന്ന പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ കിട്ടിയാൽ അവർ വിളിച്ചുകൊണ്ട് അഭിനയിപ്പിക്കും. പൈസയും കുറവ്, ഇതൊക്കെ നമ്മളൊക്കെ ആകുമ്പം റേറ്റ് പറയും, അതുകൊണ്ടൊക്കെ ആയിരിക്കും ചേച്ചിന്ന് കനകലതയും പറഞ്ഞു എൻ്റെ അടുത്ത്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കാണുമ്പോൾ ചേച്ചി സുഖല്ലേ ചേച്ചി, ഞങ്ങൾ പെൻഷനൊക്കെ തരുന്നില്ലേ, അതുകൊണ്ടൊക്കെ ജീവിച്ചാൽ പോരേന്നൊക്കെ ചോദിക്കും. എന്നാലും ഞാൻ പറയും എന്നാലും ഒന്നും വിളിച്ചില്ലല്ലോ, വിളിക്കാൻ ചേച്ചിന്ന് പറയും. അപ്പോഴും അവർ പറയണേ ഇതാ, പ്രൊഡക്ഷൻ മാനേജർ ഞങ്ങളെ വിളിച്ചു കിട്ടുന്നില്ല, വെറുതെ പറയുക പ്രൊഡക്ഷൻ മാനേജർ. അങ്ങനെയെങ്കിൽ പറഞ്ഞാൽ മതി, വിളിച്ചപ്പോൾ കിട്ടിയില്ല, ഞങ്ങൾക്ക് അർജൻറ്റായിരുന്നു. പണ്ടൊക്കെ നേരത്തെ ഡേറ്റൊക്കെ ബുക്ക് ചെയ്യില്ലേ, അപ്പം അതൊന്നും ഇല്ലല്ലോ. സിനിമയിൽ ഞാൻ 76 വന്നു, 76. ഇടയ്ക്കിപ്പോൾ ഒരു 8 വർഷത്തോളം എന്ന് പറഞ്ഞാലേ അങ്ങോട്ട്. പിന്നെ ഇടയ്ക്ക് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു, അങ്ങനെ കുറേ നാൾ കിടപ്പായി പോയായിരുന്നു. അപ്പോഴത്തേക്ക് 8-9 മാസം VLD അങ്ങ് മാറിയപ്പോഴേ
ഞാൻ അഭിനയിക്കുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ കല്യാണം കൂടെ കഴിഞ്ഞപ്പോൾ അഭിനയിക്കണേ ഇല്ല എന്നൊരു പബ്ലിസിറ്റി വന്നതാണ്. കുഴപ്പമൊന്നും. ഇനിയും അഭിനയിക്കാൻ തയ്യാറാണ്. ആൾക്കാർ എന്നെ വിളിക്കട്ടെ, നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് കിട്ടണമെന്ന് ആഗ്രഹം. ആരോഗ്യവും അഭിനയശേഷിയും ഈ കലാകാരിക്ക് കൈമോശം വന്നിട്ടില്ല. സിനിമയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട അഭിനേത്രിയാണോ ഇവർ? സിനിമാ ലോകം ആലോചിക്കട്ടെ. വാസന്തിക്ക് പ്രതീക്ഷയുണ്ട്. ഇനിയും അഭിനയവേദിയിലേക്ക് മടങ്ങി വരാനാകുമെന്ന്. സിനിമയുടെ ലോകം തന്നെ പൂർണ്ണമായും ഉപേക്ഷിക്കുകയില്ലെന്ന് വിശ്വസിച്ച് ഈ അഭിനേത്രി കാത്തിരിക്കുന്നു. അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിലാഷം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഈ നടിയെ കണ്ടില്ലെന്ന് നടിക്കാൻ സിനിമാ ലോകത്തിനാകുമോ?